കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം നടന്നു. ശേഷം ഉച്ചയ്ക്ക് നടന്ന കലാസാംസ്കാരിക സമ്മേളനം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. സമ്മേളനത്തിൽ രതീഷ്, റിസ, RLV ആതിര, അഭിഷ എന്നിവരെ ആദരിച്ചു. വൈകിട്ട് വിവിധ ടീമുകൾ നയിച്ച തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിയും നടന്നു. എടത്തിരുത്തി ശ്രീ ഭുവനേശ്വരി കാവടി ചിന്ത് അവതരിപ്പിച്ച ചിന്ത് പാട്ട് ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറി. തുടർന്ന് ശാസ്താംപാട്ടിന്റെയും ഉടുക്കുപാട്ടിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പെരുങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭഗവതിയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ഞെരുവശ്ശേരി ചേർപ്പ് ഊരകം അനിൽ തളിക്കുളം നയിച്ച ശ്രീ മണികണ്ഠൻ അയ്യപ്പൻ വിളക്ക് സംഘം ദേശവിളക്കിന് നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ അരവിന്ദാക്ഷൻ ആലത്തി, സുമേഷ് വള്ളോപ്പുള്ളി, രാമചന്ദ്രൻ പൂക്കാട്ട്, വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൂക്കാട്ട്, ശോഭിത സുമേഷ്, ലത ശിവദാസ്, രജനി ഉണ്ണിമോൻ, ദേശപ്രതിനിധികളായ സോമൻ പണിക്കശ്ശേരി, ബിനി തണ്ടാശ്ശേരി, ബിനീഷ് മേനോത്തുപറമ്പിൽ എന്നിവർ ദേശവിളക്ക് മഹോത്സവത്തിന് നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് രണ്ടാമത്തെ വർഷമാണ് ഇത് നടന്നത്. ജാതിവർഗ ഭേദമന്യേ നടത്തുന്ന ദേശവിളക്ക് കഴിഞ്ഞ വർഷം ഗംഭീരമായിട്ട് നടന്നു. അതിനേക്കാൾ ഗംഭീരമായിട്ട് ഈ വർഷവും എല്ലാവരും പങ്കാളിത്തത്തോടു കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ട് നടത്താൻ വേണ്ടി സാധിച്ചു. അതിനിപ്പോൾ പ്രാഥമിക ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ടുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് തിരുവാണിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് വന്നത്. 7 മണിയോട് കൂടി തന്നെ അന്നദാനം ഏകദേശം 12,000-ഓളം ആളുകൾക്കുള്ള അന്നദാനം പൂർത്തിക്കിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതിന് തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇനി ക്ഷേത്രത്തിലെ ചടങ്ങുകളാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ജനങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിലും നടത്തുമ്പോൾ എല്ലാവരും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്.